ഹായ് ഓൾ, വെൽക്കം ടു ASAP ലേണിംഗ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് SCERT പാഠപുസ്തകത്തെക്കുറിച്ചാണ്. നമുക്കറിയാം കഴിഞ്ഞ വർഷം ഓഡ് നമ്പേഴ്സിൻ്റെ പാഠപുസ്തകങ്ങൾ മാറിയിട്ടുണ്ട് അല്ലേ. അതുപോലെ തന്നെ ഈ വർഷമാണെങ്കിൽ ഈവൻ നമ്പേഴ്സിൻ്റെ പാഠപുസ്തകങ്ങൾ മാറിയിട്ടുണ്ട്. നമ്മുടെ PSC പരീക്ഷയുടെ ഒരു ബൈബിൾ തന്നെയാണ് SCERT പാഠപുസ്തകങ്ങൾ എന്ന് പറയുന്നത്. പല ചോദ്യങ്ങളും ഈ SCERT പാഠപുസ്തകങ്ങളിലെ അതേ ലൈന് തന്നെ ചോദ്യങ്ങളായിട്ട് മാറുന്ന ആ ഒരു സിറ്റുവേഷൻ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു PSC ഉദ്യോഗാർത്ഥി ഒരു നല്ല റാങ്കിലേക്ക് എത്തണമെങ്കിൽ തീർച്ചയായിട്ടും വായിക്കേണ്ട ഒരു കാര്യമാണ് SCERT പാഠപുസ്തകങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വീഡിയോയിൽ നമ്മുടെ PSC സിലബസിലുള്ള, അത് ഏത് പരീക്ഷയായിക്കോട്ടെ, ആ ഒരു സിലബസിലുള്ള ജോഗ്രഫി, ഹിസ്റ്ററി തുടങ്ങിയ മേഖലകൾ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ ഏതൊക്കെ SCERT പാഠപുസ്തകങ്ങളാണ് വായിച്ചിരിക്കേണ്ടത് എന്നത് നിങ്ങളിലേക്ക് ക്യാപ്സ്യൂളായിട്ട് എത്തിക്കുകയാണ് എൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. സോ നമ്മൾ ഓരോ ക്ലാസ്സിലെയും ഏത് ചാപ്റ്ററാണ്, അതുപോലെ തന്നെ അതിലെന്താണ് കണ്ടൻറ്റ് പറയുന്നത്, അതാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. വരാൻ പോകുന്ന PSC പരീക്ഷകൾ എഴുതുന്ന ആളുകളാണെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും യൂസ്ഫുള്ളായ വീഡിയോ ആയിരിക്കും. അതുകൊണ്ട് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ആദ്യം തൊട്ട് അവസാനം വരെ ഒരു കോൺസെൻട്രേറ്റഡ് ആയിട്ട് കാണാൻ ശ്രമിക്കുക, വളരെ ഫോക്കസ്ഡ് ആയിട്ടിരിക്കുക. സോ വൺസ് അഗെയിൻ എൻ്റെ പേര് മുഹമ്മദ് ഫാരിസ്. വെൽക്കം ടു ASAP ലേണിംഗ്. സോ നമ്മുടെ സിലബസിൽ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നമ്മൾ പഠിക്കേണ്ട ആ ഒരു പ്രധാനപ്പെട്ട ചാപ്റ്റേഴ്സ്, നമ്മൾ വായിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട ചാപ്റ്റേഴ്സാണ് 5ാം ക്ലാസ്സിലെ ചാപ്റ്റർ 4 ആയിട്ടുള്ള വസ്ത്രത്തിൻ്റെ നാൾ വഴികൾ എന്ന് പറയുന്നത് അല്ലേ. നമുക്കറിയാം നമ്മുടെ ബ്രിട്ടീഷുകാർ നമ്മുടെ ഇന്ത്യയിലേക്ക് എത്തുന്നതിന് പല രീതിയിലൂടെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ചെല്ലാം പറയുന്ന ഒരു ചാപ്റ്ററാണ്. ഇനി ക്ലാസ് 8 ആണെങ്കിൽ 8ാം ക്ലാസ്സിൽ ചാപ്റ്റർ 1ഉം 2ഉം നിങ്ങൾ നിരന്തരം വായിച്ചിരിക്കേണ്ട ഒരു ചാപ്റ്ററാണ്. സോ അതിൻ്റെ ചാപ്റ്ററിൻ്റെ പേരാണ് അധിനിവേശവും ചെറുത്തുനിൽപ്പുകളും ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ആവിർഭാവത്തിലേക്ക്. നമുക്കറിയാം ഒരുപാട് ചെറുത്തുനിൽപ്പുകൾ, അത് ഗോത്ര കലാപങ്ങളായിക്കോട്ടെ, 857 വിപ്ലവങ്ങളായിക്കോട്ടെ, മറ്റു പല ദേശീയ പ്രസ്ഥാനങ്ങളായിക്കോട്ടെ, ഇതിനൊക്കെ കുറിച്ച് പറയുന്ന ഒരു ചാപ്റ്ററാണ് ഈ 2 ചാപ്റ്ററുകളെന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ നമുക്ക് ഒന്നുകൂടെ കണ്ടൻറ്റഡ് ആയിട്ട് പഠിക്കേണ്ട 10ാം ക്ലാസ്സിലെ ചാപ്റ്ററുകളാണ് ചാപ്റ്റർ 6. ചാപ്റ്റർ 6ൻ്റെ പേരെന്താണ്? സ്വാതന്ത്ര്യത്തിനായുള്ള ബഹുജന മുന്നേറ്റം. ചാപ്റ്റർ 7ൻ്റെ പേരെന്താണ്? സ്വതന്ത്ര ഇന്ത്യയുടെ വർത്തമാനം. ഈ ചാപ്റ്റേഴ്സാണ് നിങ്ങൾ 10ാം ക്ലാസ്സിൽ വായിച്ചിരിക്കേണ്ട ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ 10ാം ക്ലാസ്സിൽ ഇന്ത്യൻ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട് വായിച്ചിരിക്കേണ്ട ആദ്യ ചാപ്റ്ററുകളാണ് സ്വാതന്ത്ര്യത്തിനായുള്ള ബഹുജന മുന്നേറ്റം, സ്വതന്ത്ര ഇന്ത്യയുടെ വർത്തമാനം എന്ന് പറയുന്ന ഈ 2 ചാപ്റ്റർ എന്ന് പറയുന്നത്. അതുപോലെ 10ാം ക്ലാസ്സിലെ ചാപ്റ്റർ 8 ജനാധിപത്യം ഒരു ഇന്ത്യൻ അനുഭവം, അതിൽ പറയുന്ന കാര്യങ്ങളാണ് സ്വതന്ത്രാനന്തര ഇന്ത്യയിലെ വിവിധ പ്രസ്ഥാനങ്ങൾ. നമുക്കറിയാം PSC പരീക്ഷയിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഇന്ത്യൻ ഹിസ്റ്ററിയിൽ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഏരിയയാണ് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ എന്ന് പറയുന്നത്, ഇന്ത്യ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്ന ആ ഒരു ഏരിയ. അതുപോലെ അടിയന്തരാവസ്ഥയെക്കുറിച്ച് ചോദിക്കാറുണ്ട്. ഗവർണർ, തെരഞ്ഞെടുപ്പ്, കൂറുമാറ്റം തുടങ്ങിയ മേഖലയെല്ലാം കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വായിക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ് 10ാം ക്ലാസ്സിലെ ചാപ്റ്റർ 8 എന്ന് പറയുന്നത്. അപ്പോൾ PSC പരീക്ഷയിൽ ഇന്ത്യൻ ഹിസ്റ്ററി ഭാഗത്ത് എപ്പോഴും ചോദിക്കുന്ന ഒരു ഏരിയ തന്നെയാണ് ഇതെന്ന് പറയുന്നത്. ഇന്ത്യ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്, ആ ഒരു സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനെ കുറിച്ചൊക്കെ നിരന്തരം ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു PSC ഉദ്യോഗാർത്ഥി നിർബന്ധമായിട്ടും പഠിക്കേണ്ട ഒരു ചാപ്റ്റർ തന്നെയാണ് ഈ ചാപ്റ്റർ 8 എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ദെൻ ചാപ്റ്റർ 9 ആണെങ്കിൽ ഇന്ത്യൻ സാമൂഹിക വ്യവസ്ഥ അറിയാം. അതായത് ജാതി വ്യവസ്ഥ, പൗരാവകാശ സംരക്ഷണം, കലാ സാംസ്കാരികം, ഗോത്ര കലാപങ്ങൾ. ഇതിൽ ഒരുപാട് ഗോത്ര കലാപങ്ങൾ നടന്നിട്ടുണ്ട് അല്ലേ. ചെറുത്തുനിൽപ്പിൻ്റെ ഭാഗമായിട്ട് സാന്താൾ കലാപം, ഒരുപാട് കലാപങ്ങൾ, പഹരിയ കലാപം, ഇങ്ങനെ ഒരുപാട് കലാപങ്ങൾ ഇന്ത്യയിൽ നടന്നിട്ടുണ്ട്. സോ അത്തരം കലാപങ്ങളെക്കുറിച്ചും അതുപോലെ പൗരാവകാശ സംരക്ഷണം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന ഒരു ചാപ്റ്ററാണ് ചാപ്റ്റർ 9 എന്ന് പറയുന്നത്. സോ അത് നിങ്ങൾ പഠിച്ചു. അപ്പോൾ 10ാം ക്ലാസ്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇന്ത്യൻ ഹിസ്റ്ററിയെ സംബന്ധിച്ച് 6, 7, 8, 9. ഇപ്പോൾ 4 ചാപ്റ്റേഴ്സ് ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇനിയും പറയുന്നുണ്ട്. അപ്പോൾ 10ാം ക്ലാസ് പാഠപുസ്തകങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് നിങ്ങൾ കൃത്യമായിട്ട് തന്നെ വായിക്കണം. ഇനി നമ്മൾ കേരള ഹിസ്റ്ററിയിലേക്ക് വരുവാണ്. അപ്പോൾ കേരള ഹിസ്റ്ററിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇന്ത്യൻ ഹിസ്റ്ററി നമ്മൾ പറഞ്ഞു. ഇനി കേരള ഹിസ്റ്ററിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ സിലബസുമായി ബന്ധപ്പെടുത്തി നമ്മൾ വായിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട ചാപ്റ്ററാണ് ചാപ്റ്റർ 4. 7ാം ക്ലാസ്സിലെ ചാപ്റ്റർ 4 എന്ന് പറയുന്നത് അനീതിയിൽ നിന്ന് നീതിയിലേക്ക്. അതുപോലെ ചാപ്റ്റർ 8, ക്ലാസ് 8ലെ ചാപ്റ്റർ 8ൻ്റെ പേരാണ് ദേശീയ പ്രസ്ഥാനവും കേരളം. കേരളത്തിലും ഒരുപാട് ദേശീയ പ്രസ്ഥാനങ്ങളും ഒരുപാട് സംഭവ വികാസങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. സോ അതിനെക്കുറിച്ച് പറയുന്ന ഒരു ചാപ്റ്ററാണ് ഈ 2 ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ക്ലാസ് 7ലെ ചാപ്റ്റർ 4ഉം
അതുപോലെ തന്നെ ക്ലാസ് 8 ചാപ്റ്റർ 8. അപ്പോൾ നിങ്ങൾ ഈ ക്ലാസ് വാച്ച് ചെയ്യുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പറയുന്ന ഇത് ഒന്നല്ലെങ്കിൽ ഇത് സ്ക്രീൻഷോട്ട് അടിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു നോട്ട്ബുക്കിൽ ഈ ക്ലാസ്സുകളും അതുപോലെ തന്നെ അതുമായി ആ ഒരു ചാപ്റ്ററും ഏത് ക്ലാസ്സിലെ ചാപ്റ്റർ ആണോ അത് നിങ്ങൾക്ക് നോട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, പിന്നീട് നിങ്ങൾക്ക് ആ ഒരു പുസ്തകം വായിക്കാവുന്നതാണ്. ഓക്കെ ആണല്ലോ. അതുപോലെ ഒരു PSC ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ച് വളരെ ഒരു ബുദ്ധിമുട്ടുള്ള ഒരു ടോപ്പിക്കാണ് കേരള ചരിത്രത്തിലെ സാഹിത്യ സ്രോതസ്സുകൾ എന്ന് പറയുന്ന ഈ ഒരു ഭാഗം അല്ലേ. അതിന് കൃത്യമായിട്ടുള്ള പല ബുദ്ധിമുട്ടേറിയ അല്ലെങ്കിൽ ആർക്കും കിട്ടാത്ത പല ചോദ്യങ്ങളൊക്കെ ഈ ഭാഗത്ത് നിന്ന് വരാറുണ്ട്. സോ ആ ഒരു ടോപ്പിക്ക് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ വായിക്കേണ്ട ചാപ്റ്റേഴ്സ് ആണ് 6ാം ക്ലാസ്സിലെ ചാപ്റ്റർ 10 ദക്ഷിണേന്ത്യൻ ചരിത്രത്തിലേക്ക്. അതുപോലെ തന്നെ ഇപ്പോൾ അടുത്ത് നടന്ന പല മെയിൻസ് എക്സാമിലും ഈ ഒരു ഏരിയയിൽ നിന്ന് ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ ക്ലാസ് 7 ചാപ്റ്റർ 12 ചരിത്രത്തിൻ്റെ ആധാരശിലകൾ എന്ന് പറയുന്ന, അപ്പോൾ കേരള ചരിത്രത്തിലെ സാഹിത്യ സ്രോതസ്സുകൾ നമ്മുടെ കേരള ഹിസ്റ്ററി എന്ന് പറയുന്ന PSC സിലബസിലെ ഏറ്റവും അവസാനത്തിൽ നൽകിയിരിക്കുന്ന ഒരു ചെറിയൊരു സബ് ടോപ്പിക്കാണ്. സോ ആ ഭാഗങ്ങൾ നിങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ 6ാം ക്ലാസ്സിലെ 10ാമത്തെ ചാപ്റ്ററും 7ാം ക്ലാസ്സിലെ 12ാമത്തെ ചാപ്റ്ററുകളും നിങ്ങൾ നിർബന്ധമായിട്ടും വായിക്കണം. ഒരു എക്സ്ട്രാ നോളജ് അല്ലെങ്കിൽ ഒരു SCERT പാഠപുസ്തകം ചോദ്യം വരികയാണെങ്കിൽ അതിന് ഉത്തരം നൽകുന്നതിന് വേണ്ടിയിട്ട്. ഇനി നമ്മൾ വേൾഡ് ഹിസ്റ്ററിയെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്ത്യൻ ഹിസ്റ്ററി പറഞ്ഞു, കേരള ഹിസ്റ്ററി പറഞ്ഞു. ഇനി വേൾഡ് ഹിസ്റ്ററിയിൽ നമുക്കറിയാം ഒരുപാട് വിപ്ലവങ്ങളെക്കുറിച്ച് എപ്പോഴും, പ്രത്യേകിച്ച് അമേരിക്കൻ റവല്യൂഷൻ, ഫ്രഞ്ച് റവല്യൂഷൻ തുടങ്ങിയ, അതുപോലെ റഷ്യൻ റവല്യൂഷൻ, ഈ ഒരു 3 റവല്യൂഷൻസ് എപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പോൾ 6ാം ക്ലാസ്സിൽ തുടക്കത്തിൽ തന്നെ ജപ്പാന്റെ ചരിത്രവും വർത്തമാനവും എന്ന് പറയുന്ന ചാപ്റ്റർ 12 പറയുന്നുണ്ട്. അത് നിങ്ങൾ വായിക്കണം. അതുപോലെ തന്നെ 8ാം ക്ലാസ്സിലെ ചാപ്റ്റർ 13 പുതിയ രാഷ്ട്രങ്ങൾ കെട്ടിപ്പടുക്കുന്നു, അതായത് ഒരുപാട് വിപ്ലവങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞു, ഇപ്പോൾ റഷ്യൻ വിപ്ലവം അതുപോലെ തന്നെ ഫ്രഞ്ച് വിപ്ലവം തുടങ്ങിയ വിപ്ലവങ്ങളെക്കുറിച്ചൊക്കെ ചെറിയ ധാരണ നൽകുന്നുണ്ട്. സോ നിങ്ങൾ ഈ ഒരു വിപ്ലവങ്ങളെക്കുറിച്ച് ഒരു ബേസിക് കൺസെപ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ചാപ്റ്റേഴ്സ് വായിക്കണം. ഓക്കെ ആണല്ലോ. അതുപോലെ തന്നെ ക്ലാസ് 10 ചാപ്റ്റർ 2 സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. നമുക്ക് അറിയുന്നുണ്ടാവും ഫ്രഞ്ച് റവല്യൂഷൻ്റെ ഒരു മോട്ടോ തന്നെയായിരുന്നു ഈ ഒരു ക്യാപ്ഷൻ എന്ന് പറയും, ഈ ഒരു വാക്ക് എന്ന് പറയും അല്ലേ, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന് പറയുന്ന ഈ വാക്ക്. സോ ഈ ഫ്രഞ്ച് വിപ്ലവത്തെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ചാപ്റ്റർ, അതായത് ഒരു SCERT നിന്ന് ചോദ്യങ്ങൾ ഫ്രഞ്ച് വിപ്ലവത്തെക്കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ അത് ഏത് ചാപ്റ്ററിൽ നിന്നായിരിക്കും, ഈ ചാപ്റ്റർ 2 എന്ന് പറയുന്ന സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന് പറയുന്ന ചാപ്റ്റർ എന്നാണ്. അതുപോലെ ചാപ്റ്റർ 4 സമ്പത്തും ലോകവും എന്ന് പറയുന്ന ചാപ്റ്റർ നിങ്ങൾ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ടും നിങ്ങൾ വായിക്കണം. നമ്മൾ വേൾഡ് ഹിസ്റ്ററിയിലെ കാര്യം പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യൻ ഹിസ്റ്ററിയിലെ പറഞ്ഞു, അതുപോലെ കേരള ഹിസ്റ്ററിയിലെയും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ത്യൻ ഹിസ്റ്ററി, അതുപോലെ തന്നെ കേരള ഹിസ്റ്ററി, വേൾഡ് ഹിസ്റ്ററി പറഞ്ഞു. ഇനി നമ്മൾ കേരള ജോഗ്രഫി, ഇന്ത്യൻ ജോഗ്രഫി, ഫിസിക്കൽ ജോഗ്രഫി ഇതിനെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ചെറിയ ഡൗട്ട് വരാം, അതായത് നേരത്തെ നമ്മൾ ചാപ്റ്റർ 4 പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി പറയുന്ന ജോഗ്രഫിയുടെ ഭാഗത്തും ചാപ്റ്റർ 4 അതേ ക്ലാസ്സിലെ ചാപ്റ്റർ 4 പറഞ്ഞിട്ടുണ്ടാവും. അതിൻ്റെ പ്രധാന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും SS 1 ഉം 2 ഉണ്ട്. ജോഗ്രഫി ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് ബുക്ക് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഒരേ ക്ലാസ്സിൽ തന്നെ ഒരേ ചാപ്റ്ററുകൾ വരുന്നതിനുള്ള കാരണം അതാണ്. അപ്പോൾ നിങ്ങൾ അത് മനസ്സിലാക്കി പഠിക്കുക. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും SS 1 and 2 എന്ന് പറയുന്ന 2 പാർട്ടുകളുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഒരേ വർഷം തന്നെ 2 സെയിം ചാപ്റ്റേഴ്സ് ഇങ്ങനെ വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി കേരള ജോഗ്രഫിയെ കുറിച്ചാണ് പഠിക്കുന്നത്. സോ കേരള ജോഗ്രഫി എന്ന് പറയുന്ന സമയത്ത് 5ാം ക്ലാസ്സിലെ ചാപ്റ്റർ 8 നാടറിയാം, അതുപോലെ തന്നെ 8ാം ക്ലാസ്സിലെ 7ാമത്തെ ചാപ്റ്ററാണ് നട്ടു നനക്കാം നന്മകൾ ചെയ്യാമെന്ന് പറയുന്ന ചാപ്റ്റർ. ഇതൊക്കെ നിങ്ങൾ വായിക്കേണ്ടതാണ്. ഓക്കെ. അതുപോലെ നമ്മൾ കേരള ജോഗ്രഫി എന്ന് പറയുമ്പോൾ അധികവും ചോദ്യമേഖല എന്ന് പറയുന്നത് നമ്മുടെ നാഷണൽ പാർക്കുകൾ, വന്യജീവി സങ്കേതങ്ങൾ, നദികളെക്കുറിച്ചൊക്കെയാണ്. അതിൽ അധികം ചോദ്യങ്ങൾ വരാറുള്ളത്. ജോഗ്രഫിയുടെ സെക്ഷനിൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്ന ഒരു ഏരിയ കൂടിയാണ് ഇന്ത്യൻ ജോഗ്രഫി എന്ന് പറയുന്നത്. സോ ഇന്ത്യൻ ജോഗ്രഫിയിൽ നിങ്ങൾ പഠിക്കേണ്ടത് 5ാം ക്ലാസ്സിലെ ചാപ്റ്റർ 7 ആയിട്ടുള്ള ഗതാഗത ആശയവിനിമയ സംവിധാനങ്ങൾ, 7ാം ക്ലാസ്സിലെ ചാപ്റ്റർ 6 ആയിട്ടുള്ള ഇന്ത്യൻ ഉപഭൂഖണ്ഡം, ഇന്ത്യയിലെ കാർഷിക വിളകളെക്കുറിച്ച്. നമുക്കറിയാം ഖാരിഫ്, റാബി, സെയ്ദ് തുടങ്ങിയ വിളകളെക്കുറിച്ച് എപ്പോഴും ചോദിക്കാറുണ്ട്. പ്രത്യേകിച്ച് ഗോതമ്പ്, അരി, അത് ഏത് വിളയാണ് എന്ന രീതിയിലൊക്കെ ചോദ്യം എപ്പോഴും ചോദിക്കാറുണ്ട്. സോ അത്തരം ഒരു ഐഡിയ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഉള്ളൊരു ചാപ്റ്ററാണ് ചാപ്റ്റർ 6, 7ാം ക്ലാസ്സിലെ ചാപ്റ്റർ 6 എന്ന് പറയുന്നത്. അതുപോലെ 8ാം ക്ലാസ്സിലെ വിഭവ വിനിയോഗവും സുസ്ഥിരതയും എന്ന് പറയുന്ന ചാപ്റ്റർ നിങ്ങൾ വായിച്ചിരിക്കേണ്ടതാണ്. അപ്പോൾ
ഇന്ത്യൻ ജോഗ്രഫി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ജോഗ്രഫി ഭാഗത്ത് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്ന ഒരു ഏരിയയാണ് ഇന്ത്യൻ ജോഗ്രഫി എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ 9ാം ക്ലാസ്സിൽ ചാപ്റ്റർ 5 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യയിലെ ജനസംഖ്യാ പ്രവണതകൾ എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്റർ നിങ്ങൾ നിർബന്ധമായിട്ടും വായിക്കണം. 9ാം ക്ലാസ്സിലെ ചാപ്റ്റർ 5. അതുപോലെ 9ാം ക്ലാസ്സിലെ ചാപ്റ്റർ 1 ലോകത്തിൻ്റെ നെറുകയിൽ, ചാപ്റ്റർ 2 വിശാല സമതല ഭൂമിയിൽ. നമുക്കറിയാം ഇന്ത്യയുടെ ആ ഒരു ജോഗ്രഫിക്കൽ സെക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ഉത്തരമഹാസമതലം, ഉപദ്വീപീയ പീഠഭൂമി, ആ ഒരു കാര്യങ്ങളെക്കുറിച്ചെല്ലാം നമ്മൾ പഠിക്കുന്നുണ്ട്. അതുപോലെ തീരപ്രദേശം, ഇങ്ങനെ പല വിഭാഗങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. സോ അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇന്ത്യയുടെ കാർഷിക കാലങ്ങളെക്കുറിച്ച്, പ്രത്യേകിച്ച് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ, വടക്കിഴക്കൻ മൺസൂൺ, ഇതിനെക്കുറിച്ചൊക്കെ എപ്പോഴും ചോദ്യങ്ങൾ വരാറുണ്ട്. കാലാവസ്ഥയെക്കുറിച്ച് ചോദ്യങ്ങൾ വരാറുണ്ട്. ഉത്തരമഹാസമതലത്തെക്കുറിച്ച് ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യമേഖലകൾ വരുന്ന ഒരു പ്രധാനപ്പെട്ട ചാപ്റ്ററാണ് 9ാം ക്ലാസ്സിലെ ചാപ്റ്റർ 2 എന്ന് പറയുന്നത്. അതുപോലെ 9ാം ക്ലാസ്സിലെ ചാപ്റ്റർ 3 ഭൗമ ചരിത്രമുറങ്ങുന്ന പീഠഭൂമി. ഞാൻ പറഞ്ഞു നിങ്ങൾ നേരത്തെയും ഒരു ചാപ്റ്റർ 3 9ാം ക്ലാസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ 3 കണ്ടിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞു 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും SS 1ഉം 2 ഉണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് കേട്ടോ. അപ്പോൾ 9ാം ക്ലാസ്സിൽ ചാപ്റ്റർ 3 ഭൗമ ചരിത്രമുറങ്ങുന്ന പീഠഭൂമി, അതായത് നമ്മുടെ ഉപദ്വീപീയ പീഠഭൂമിയെ കുറിച്ചാണ് ഇവിടെ പഠിക്കുന്നത്. അതുപോലെ തന്നെ 9ാം ക്ലാസ്സിലെ മണലാരണ്യത്തിലൂടെ എന്ന് പറയുന്ന ചാപ്റ്റർ 7 അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ജോഗ്രഫി ഭാഗത്ത് 1, 2, 3, 5, 7 ഈ ചാപ്റ്റേഴ്സ് എല്ലാം 9ാം ക്ലാസ്സിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ 9ാം ക്ലാസ്സിലെ പുതിയ SCERT പാഠപുസ്തകങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. സോ അതുകൊണ്ട് 9ാം ക്ലാസ്സിൽ ആ ജോഗ്രഫി ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ കൃത്യമായിട്ട് ഓരോ പോയിന്റും കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് പഠിക്കണം. അതിൽ നല്ല രീതിയിൽ ചോദ്യങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. മുൻപേയും ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പഠിക്കുക. അതുപോലെ തന്നെ 9ാം ക്ലാസ്സിലെ ചാപ്റ്റർ 8 തീരങ്ങളിലൂടെ, ഇന്ത്യയുടെ ജോഗ്രഫിക്കൽ, ഇന്ത്യയുടെ ഒരു ഫിസിയോഗ്രഫി നോക്കിക്കഴിഞ്ഞാൽ മറ്റൊരു ഭൂപ്രദേശമാണ് തീരദേശം എന്ന് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചും ദ്വീപുകൾ ആൻഡമാൻ നിക്കോബാർ, അതുപോലെ തന്നെ ലക്ഷദ്വീപ്, ഇതിനെക്കുറിച്ചെല്ലാം പറയുന്ന ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന ഒരു ചാപ്റ്ററാണ്. സോ അത് നിങ്ങൾ, അപ്പോൾ 9ാം ക്ലാസ്സിൽ ജോഗ്രഫി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മളിപ്പോൾ പറഞ്ഞതിൽ ആദ്യത്തെ പല ചാപ്റ്റേഴ്സും നമ്മുടെ സിലബസിൽ പറഞ്ഞ ഓരോ ടോപ്പിക്കിൻ്റെയും ചാപ്റ്റേഴ്സ് ആണ്. അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് 9ാം ക്ലാസ്സിലെ ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഇനി വേൾഡ് ജോഗ്രഫി അഥവാ ഫിസിക്കൽ ജോഗ്രഫിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഭൂമിയെക്കുറിച്ച് പഠിക്കുന്ന 7ാം ക്ലാസ്സിലെ 5ാമത്തെ ചാപ്റ്ററാണ് നമ്മുടെ ഭൂമി. ഭൂമിയെക്കുറിച്ചുള്ള, ഭൂമിയുടെ ഉള്ളറയെക്കുറിച്ച്, അതിനെക്കുറിച്ചുള്ള ഒരു ബേസിക് ആയ കാര്യങ്ങൾ. ഓക്കെ, നമ്മുടെ 7ാം ക്ലാസ്സൊക്കെ എന്ന് പറയുമ്പോൾ ബേസിക് ആയ കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചു തുടങ്ങുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് പറയുന്ന ഒരു ചാപ്റ്ററാണ് നമ്മുടെ ഭൂമി എന്ന് പറയുന്നത്. അതുപോലെ 8ാം ക്ലാസ്സിലെ ചാപ്റ്റർ 3 ഭൂമിയുടെ ചലനങ്ങൾ, ഭ്രമണവും പരിക്രമണവും. നമുക്കറിയാം ഭൂമിയുടെ ഭ്രമണം മൂലവും പരിക്രമണം മൂലവും സീസൺസും അതുപോലെ തന്നെ ഡേ ആൻഡ് നൈറ്റ് ഒക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചെല്ലാം പറയുന്നു. അതുപോലെ സീസൺസിനെ കുറിച്ചെല്ലാം പറയുന്ന ഒരു ചാപ്റ്ററാണ് 8ാം ക്ലാസ്സിലെ ചാപ്റ്റർ 3 എന്ന് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പലപ്പോഴും ചോദ്യങ്ങൾ വരാറുണ്ട്. അത് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ 5ാം ക്ലാസ്സിലെ ചാപ്റ്റർ 5 വരക്കാം വായിക്കാം. 6ാം ക്ലാസ്സിലെ ചാപ്റ്റർ 4 ഗ്ലോബിൽ നിന്ന് ഭൂപടത്തിലേക്ക്, അതായത് നമ്മുടെ മാപ്പിലെ കുറിച്ച് എപ്പോഴും ചോദിക്കാറുണ്ട്. മാപ്പിലെ പല അടയാളങ്ങളെക്കുറിച്ച്, അല്ലെങ്കിൽ ഈ ഒരു മാപ്പിലെ ഈ ഒരു ലൈൻ എന്താണ്, ഈ ഒരു നിറം എന്താണ് സൂചിപ്പിക്കുന്നത്, പച്ച നിറം എന്താണ് സൂചിപ്പിക്കുന്നത്, വെള്ള നിറം എന്താണ് സൂചിപ്പിക്കുന്നത്, ആ രീതിയിൽ. അപ്പോൾ മാപ്പുകളെ കുറിച്ചെല്ലാം പഠിക്കുന്ന, ഭൂപടങ്ങളെക്കുറിച്ചെല്ലാം പഠിക്കുന്ന 2 ചാപ്റ്റേഴ്സാണ് 5ാം ക്ലാസ്സിലെ ചാപ്റ്റർ 5ഉം 6ാം ക്ലാസ്സിലെ ചാപ്റ്റർ 4 എന്നും പറയുന്നത്. അതുപോലെ 6ാം ക്ലാസ്സിലെ ചാപ്റ്റർ 7 ആണ് ഭൂഖണ്ഡങ്ങളെക്കുറിച്ച് പഠിക്കുന്ന ഭൂഖണ്ഡങ്ങളിലൂടെ എന്ന് പറയുന്ന ചാപ്റ്റർ. അതൊക്കെ ബേസിക്കായ കാര്യങ്ങളാണ്. ഓരോ ഭൂഖണ്ഡങ്ങളെക്കുറിച്ചും അവയുടെ വലുപ്പം, അതിലെ പ്രധാനപ്പെട്ട പ്രത്യേകതകൾ, ഓരോ ഭൂഖണ്ഡത്തിനും ഓരോ പ്രത്യേകതകൾ ഉണ്ടാവുമല്ലോ, ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള റയർ ആയിട്ടുള്ള പോയിന്റ്സ് ഉണ്ടാവുമല്ലോ. സോ അതിനെക്കുറിച്ച് പറയുന്ന ഒരു ചാപ്റ്ററാണ് 6ാം ക്ലാസ്സിലെ ചാപ്റ്റർ 7 എന്ന് പറയുന്നത്. 6ാം ക്ലാസ്സിലെ ചാപ്റ്റർ 10 പറഞ്ഞ സമുദ്രങ്ങളിലൂടെ, ലോകത്തുള്ള പ്രധാനപ്പെട്ട മഹാസമുദ്രങ്ങളെക്കുറിച്ച്, ഇന്ത്യൻ മഹാസമുദ്രം, ആർട്ടിക്, അന്റാർട്ടിക്, ഇങ്ങനെയുള്ള പല സമുദ്രങ്ങളെക്കുറിച്ചും പറയുന്ന ഒരു ചാപ്റ്ററാണ്. അതിൻ്റെ സവിശേഷതകളെക്കുറിച്ച് പറയുന്ന ഒരു ചാപ്റ്ററാണ്. അത് നിങ്ങൾ പഠിക്കണം. നമ്മുടെ സിലബസിൻ്റെ അവസാന ഭാഗത്ത് പറയുന്ന ഒരു ടോപ്പിക്കാണ് സമുദ്രങ്ങളെക്കുറിച്ചും സമുദ്രജല പ്രവാഹങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നത്. സോ അതുകൊണ്ട് ആ ഒരു ഏരിയ കവർ ചെയ്യുന്നതിന്, അത്ര ഡീറ്റെയിൽ ആയിട്ടില്ലെങ്കിലും ആ ഒരു ഏരിയ കവർ ചെയ്യുന്നതിന് നിങ്ങൾ നിർബന്ധമായിട്ടും ഈ ചാപ്റ്റേഴ്സ് പഠിച്ചിരിക്കണം. അതുപോലെ 7ാം ക്ലാസ്സിലെ ചാപ്റ്റർ 9 ആയിട്ടുള്ള ഭൂമിയെ അറിയാൻ ഭൂപടങ്ങളും ആധുനിക സങ്കേതങ്ങളും. അപ്പോൾ നമ്മൾ പല സങ്കേതങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അതായത് ആധുനിക സങ്കേതങ്ങൾ എന്ന് പറയുന്ന സമയത്ത് ഭൂതല ഛായാഗ്രഹണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ പല അളവുകളെക്കുറിച്ചും ഒക്കെ നമ്മൾ ആകാശീയ
പ്രക്ഷേപണം എന്ന രീതിയിലൊക്കെ നമ്മൾ പല കൺസെപ്റ്റുകൾ പഠിക്കുന്നുണ്ട്, നമ്മുടെ സിലബസിൽ പഠിക്കുന്നുണ്ട്. അതിനെക്കുറിച്ചെല്ലാം പറയുന്ന ചാപ്റ്ററാണ്. അതുപോലെ 8ാം ക്ലാസ്സിലെ ചാപ്റ്റർ 10 ലോക ഭൂപടത്തിൽ യൂറോപ്പ്, അതായത് ഭൂഖണ്ഡങ്ങളെക്കുറിച്ച് ഒന്നുകൂടെ ഡെപ്തിലായിട്ട് പഠിക്കുന്ന ഒരു ചാപ്റ്ററാണ് 8ാം ക്ലാസ്സിലെ ചാപ്റ്റർ 10 എന്ന് പറയുന്നത്. ഇനി 10ാം ക്ലാസ്സിലേക്ക് വരുവാണെങ്കിൽ ദിനാന്തരീക്ഷ സ്ഥിതി അല്ലേ, നമുക്കറിയാം നമ്മുടെ കാലാവസ്ഥയെക്കുറിച്ചെല്ലാം പറയുന്ന ഒരു ചാപ്റ്ററാണ് ചാപ്റ്റർ 1 എന്ന് പറയുന്നത്. ചാപ്റ്റർ 2 കാലാവസ്ഥാ മേഖലകളും കാലാവസ്ഥാ മാറ്റവും. അതായത് നമ്മൾ ഇപ്പോൾ നേരത്തെ ഇതിനു മുൻപ് കാലാവസ്ഥകളെക്കുറിച്ച് ചെറിയ ക്ലാസ്സുകളിൽ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതിനൊന്നുകൂടെ അപ്ഡേറ്റഡ് ആയിട്ട് ഒന്നുകൂടെ പോയിന്റ്സ് എല്ലാം ആഡ് ചെയ്ത് ഒന്നുകൂടെ ഡെപ്തിൽ പഠിക്കുന്ന ചാപ്റ്റേഴ്സാണ് 10ാം ക്ലാസ്സിൽ ജോഗ്രഫിയിൽ നമുക്ക് ചാപ്റ്റർ 2ൽ. അപ്പോൾ ചെറിയ ക്ലാസ്സുകൾ പഠിച്ചതിൻ്റെ ഒന്നുകൂടെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒന്നുകൂടെ കണ്ടന്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒന്നുകൂടെ കൂടുതൽ കണ്ടൻസ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ഈ 1 and 2 എന്ന് പറയുന്ന ചാപ്റ്റേഴ്സ്. പിന്നെ 10ാം ക്ലാസ്സിലെ ചാപ്റ്റർ 8 ആണ് സുസ്ഥിരതയിലേക്ക് വിവിധതരം ഊർജ്ജ സ്രോതസ്സുകളെ കുറിച്ച് പറയുന്ന ഒരു ചാപ്റ്ററാണ്. അപ്പോൾ നമ്മുടെ സിലബസിലുള്ള ജോഗ്രഫി, ഹിസ്റ്ററി ഈ മേഖലകളിലെ അതിൽ പല സബ് ടോപ്പിക്സ് വരുന്നുണ്ട്. ഇന്ത്യൻ ഹിസ്റ്ററി, കേരള ജോഗ്രഫി, വേൾഡ് ജോഗ്രഫി അങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ കോമൺ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ആ ഒരു സിലബസിലുള്ള ഹിസ്റ്ററി, ജോഗ്രഫി ഈ ഭാഗങ്ങൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ SCERT ബേസ്ഡ് ആയിട്ട് പഠിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ചാപ്റ്റേഴ്സിലൂടെ എല്ലാം കടന്നു പോകണം. അത് നിങ്ങൾക്ക് ക്യാപ്സ്യൂളായിട്ട് ഓരോ ക്ലാസ്സിലെയും ഏതെല്ലാം ചാപ്റ്റേഴ്സാണ് പഠിക്കേണ്ടത്, അതിലെ കണ്ടൻറ് എന്നാണ് എന്നത് കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും ഈ ക്ലാസ്സിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നമ്മുടെ SCERT പാഠപുസ്തകങ്ങൾ മാറിയതാണ്. അതുകൊണ്ട് ഒരുപാട് പേർക്ക് സംശയം ഉണ്ടാവും, ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് പഠിക്കണമെന്ന് സംശയം ഉണ്ടാവും. അത് തീർച്ചയായിട്ടും ഓരോ ടോപ്പിക്കും നമ്മൾ ഇനിയിപ്പോൾ എക്കണോമിക്സ്, കോൺസ്റ്റിറ്റ്യൂഷൻ അതുപോലെ സയൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് പഠിക്കേണ്ടത്, അതിലെ കണ്ടൻറ് എന്താണ്, ഇത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ പറയുന്നതാണ്. തീർച്ചയായും ഈ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വരാൻ പോകുന്ന ഒരുപാട് PSC നോട്ടിഫിക്കേഷൻസ് ഉണ്ട്. സോ നമ്മൾ ഇതുപോലെ ഓരോ കാര്യങ്ങളും ക്യാപ്സ്യൂളായിട്ടാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അത് ഓരോ ടോപ്പിക് ആണെങ്കിലും. അപ്പോൾ അതുകൊണ്ട് തന്നെ വരാൻ പോകുന്ന 10th ലെവൽ ആയിക്കോട്ടെ, ഡിഗ്രി ലെവൽ ആയിക്കോട്ടെ, നമ്മൾ ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ആ യൂട്യൂബ് ചാനലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിരവധി സക്സസ് സ്റ്റോറീസ് ആണ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. സോ അത് തന്നെയാണ് ഞങ്ങളുടെ വിജയം എന്ന് പറയുന്നത്, ഞങ്ങളുടെ റിസൾട്ട് തന്നെയാണ് ഞങ്ങളുടെ വിജയം എന്ന് പറയുന്നത്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത പരീക്ഷയിൽ മുൻനിരയിൽ നിങ്ങൾക്ക് എത്താൻ പറ്റുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ കോഴ്സുകളുടെ ഭാഗമാകാൻ ശ്രമിക്കുക. അതിൻ്റെ ഡീറ്റെയിൽസ് താഴെ നൽകുന്നതാണ്. അപ്പോൾ ഒരിക്കൽ കൂടി ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു.